കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരിനാമകീർത്തനം ശ്ലോകം 49. നന്നായി ദഹിച്ചൊരു സഹസ്രാരധാരയിലിതന്നീറ്റിൽ നിൻ കരുണ വന്മാരി പെയ്തു പുനഃ മുന്നം മുളച്ചു തവ ഭക്തിക്കു ചേർക്ക വളമിന്നേ കൃപാനിലയ നാരായണായ നമഃ. അർത്ഥം നോക്കുമ്പോൾ നന്നായി ദഹിച്ച്, എന്ത് നന്നായി ദഹിച്ചിട്ടെന്നാണ് പറയണത് അറിയോ? നമ്മൾ ഈ കുണ്ടലിനി യോഗമൊക്കെ ചെയ്ത് ജ്ഞാനം ഉദിക്കുമ്പോഴേ, അതായത് നമ്മൾ ആ കുണ്ടലിനി ശക്തി ഉയർത്തി കൊണ്ടുവന്ന് സഹസ്രാരത്തിലെത്തുമ്പോഴാണ് ബ്രഹ്മാത്മൈക്യം എന്ന് പറഞ്ഞല്ലോ, അതായത് ജീവാത്മാവും പരമാത്മാവും എന്നുള്ള ഐക്യം. അങ്ങനെ അതാണല്ലോ ജ്ഞാനോദയത്തിൻ്റെ സമയം. അപ്പോൾ ഈ യോഗ സാധനങ്ങളൊക്കെ ചെയ്ത് ജ്ഞാനോദിക്കുമ്പോൾ ആ ജ്ഞാന അഗ്നിയിൽ അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ പ്രകാശത്തിൽ നമ്മൾ മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ള അഹങ്കാരവൃക്ഷങ്ങൾ, ആദ്യം അഹങ്കാരവൃക്ഷം പറഞ്ഞു, പിന്നെ അഹങ്കാരവൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ കൊടുങ്കാടെന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ ഇങ്ങനെ ആ ജ്ഞാനാഗ്നി ജ്വലിക്കുമ്പോൾ അല്ലെങ്കിൽ ജ്ഞാനം ഉദയം ചെയ്താൽ എന്ത് പറയും? ആ ജ്ഞാനാഗ്നിയുടെ ചൂടിൽ മുമ്പ് പറഞ്ഞ അഹങ്കാരവൃക്ഷങ്ങൾ നിറഞ്ഞ കൊടുങ്കാട് മുഴുവൻ കത്തി ദഹിച്ച്, അതാണ് നന്നായി ദഹിച്ച പറഞ്ഞത്. ആ അഹങ്കാരവൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കൊടുങ്കാട് നന്നായിട്ട് കത്തി ദഹിച്ച് ഇതന്നീറ്റൽ എന്ന് പറഞ്ഞു. അതായത് പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന വെണ്ണീർ, അത് കത്തി കഴിഞ്ഞാൽ പിന്നെ വെണ്ണീറാവുമല്ലോ, അതിൽ ആ വെണ്ണീറിൽ അല്ലെങ്കിൽ ചാമ്പൽ എന്നൊക്കെ പറയാം, നിൻ കരുണ മീൻസ് നിൻ്റെ കൃപയാൽ ഉണ്ടാകുന്ന ആ വെണ്ണീറിൽ ഭഗവാന്റെ കൃപയാൽ ഉണ്ടാവുന്ന എന്ത്? സഹസ്രാരധാരയിൽ, ആ സഹസ്രാര പത്മത്തിൽ നിന്നുള്ള അമൃതധാര, അമൃതമാകുന്ന എന്ത്? വന്മാരി പെയ്ത്, പെരുമഴ പെയ്ത്, അമൃതാകുന്ന പെരുമഴ. അത് ഭഗവാന്റെ കൃപ കൊണ്ട് കിട്ടുന്നതാണ് നമുക്കല്ലേ. ഞാനുദിക്കണ സമയത്ത് നമ്മൾ ആ ഇറ്റേണൽ ബ്ലിസ് എന്ന് പറയൂലോ, ആ അമൃതധാര ഭഗവത് കൃപ കൊണ്ട് മാത്രമേ കിട്ടുള്ളൂ, എന്തൊക്കെ യോഗം ചെയ്താലും. അങ്ങനെ ഭഗവത് കൃപ കൊണ്ട് ഉണ്ടാകുന്ന അമൃതധാരയാകുന്ന പെരുമഴ പെയ്ത് ഈ വെണ്ണീർ നനയൂലോ. അപ്പം ആ വെണ്ണീരിൽ അതിന് മുമ്പ് തന്നെ ഇങ്ങനെ മുളയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഭക്തി, അതാണ് മുന്നം മുളച്ച തവ ഭക്തിക്ക്. മുമ്പ് തന്നെ കഷ്ടിച്ചിങ്ങനെ മുള കിളിർത്തിട്ടുള്ള ഭഗവാനിലുള്ള ഭക്തിക്ക് പുനഃ വളം ചേർക്ക. ഈ അമൃതധാര ഒരു വളമായി തീരട്ടെ, വീണ്ടും വളം ചേർക്കണമേ. അതാണ്. അതൊക്കെ കത്തി നശിച്ച്, ആക്ച്വലി എന്താ, ഈ കത്തി നശിച്ച അഹങ്കാരവൃക്ഷങ്ങൾ കത്തി നശിച്ച് വെണ്ണീറായി. ആ വെണ്ണീരിലേക്ക് ഭഗവത് കൃപ കൊണ്ട് സഹസ്രാരപത്മത്തിൽ നിന്നും അമൃതധാരയായി വർഷിക്കുന്ന ആ പെരുമഴ കൊണ്ട് ഇതൊക്കെ നനയൂലോ. അപ്പം അവിടെ പണ്ട് മുളയ്ക്കാൻ ശ്രമിച്ച ഒരു മുള, ചെറിയ മുള മാത്രം കിളിർത്ത ആ ഭക്തിക്ക് ഈ അമൃതധാര വീണ്ടും വളം ചേർക്കണമേ. അതായത് അതുകൊണ്ട് ആ നല്ല വെണ്ണീർ നല്ലൊരു വളമായി അല്ലേ, വെണ്ണീറും വളമായി. ഭഗവാന്റെ അമൃതധാരയാകുന്ന പെരുമഴ വർഷിച്ചപ്പോൾ വെള്ളമായി, വളമായി. അപ്പം ആ പണ്ട് കിളിർക്കാൻ ഇങ്ങനെ നാമ്പ് ഇട്ടിട്ടുള്ള ആ ഭക്തിയുടെ വൃക്ഷം വളർന്ന് വലുതാവണേ. അതിനെ എന്നെ അനുഗ്രഹിക്കണേ കൃപാനിലയ, കരുണയുടെ ഉറവിടമേ, ദയയുടെ ദയാസിന്ധോ അല്ലെങ്കിൽ ദയയുടെ ഇരിപ്പിടമേ, ഹരിനാരായണായ നമ എന്നാണ് വാക്കുകളുടെ അർത്ഥം. അതായത് അഹങ്കാരമാകുന്ന കൊടുങ്കാട് നമ്മൾ പറഞ്ഞല്ലോ ഇതിന് മുമ്പത്തെ ശ്ലോകത്തിൽ. ആ അഹങ്കാരമാകുന്ന കൊടുങ്കാട് ജ്ഞാനാഗ്നിയിൽ ദഹിച്ചുണ്ടാകുന്ന ആ വെണ്ണീർ ഭഗവത് കൃപ കൊണ്ട് സഹസ്രാരപത്മത്തിൽ നിന്ന് പെയ്തിറങ്ങണ അമൃതധാരയിൽ നനഞ്ഞ്, വളരെ നല്ല ഇമാജിനേഷനാണ്, നനഞ്ഞ് എൻ്റെ മനസ്സിൽ കിളിർത്ത് വരുന്ന ഭക്തിയുടെ നാമ്പിന് തന്നെ പറയാം അല്ലേ, നല്ല വളമായി തീരാൻ ഭഗവാൻ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ എൻ്റെ ഭക്തി വർദ്ധിക്കണേ, ദൃഢമാവണേ തന്നെയാണ് അർത്ഥം. അതായത് അഹങ്കാരത്തിനെ നശിപ്പിക്കാൻ തക്കവണ്ണം എൻ്റെ ഭക്തി
ദൃഢമായി തീരണേ. അതായത് കുണ്ടലിനി ശക്തി ഓരോ ചക്രത്തുകൂടെ ഉയർന്ന പറഞ്ഞില്ലേ, സുഷുമ്ന നാഡിയിലത്തെ 6 ചക്രങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞില്ലേ, ഷഡാധാര ചക്രം എന്നൊക്കെ. അപ്പോൾ കുണ്ടലിനി ശക്തി ഉയർന്ന സഹസ്രാരത്തിലെത്തുമ്പോൾ 1000 സൂര്യന്മാരുടെ പ്രകാശമാണ് അത്ര അതിന്. ഈ ആരം എന്നില്ലേ, സഹസ്രാരം, ആരം എന്നുള്ള വാക്കിന് കിരണം എന്നർത്ഥമുണ്ട്, റേ. അപ്പോൾ കുണ്ടലിനി ശക്തി ഉയർന്ന സഹസ്രാരത്തിൽ എത്തുന്ന സമയത്ത് 1000 സൂര്യന്മാരുടെ പ്രകാശം, അങ്ങനെ അവിടെ പ്രകാശം ഉണ്ടാവും. 1000 സൂര്യകിരണങ്ങളുടെ ആ വെളിച്ചത്തിൽ നമ്മുടെ അജ്ഞാനമാകുന്ന തമസ്, അജ്ഞാനം കൊണ്ടാണല്ലോ ഞാൻ എന്നുള്ള അഹങ്കാരവും ദേഹാഭിമാനവും അതിൽ നിന്നുണ്ടാകുന്ന അഹന്തയും മമതയൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ ആ 1000 സൂര്യകിരണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ അജ്ഞാനമാകുന്ന തമസ് നിശേഷം നീങ്ങും. അഥവാ നമുക്ക് എന്ത് പറയാം, ആ ജ്ഞാനാഗ്നിയിൽ അജ്ഞാനമാകുന്ന എന്താ അഹങ്കാര നിബിഡമായിട്ടുള്ള കൊടുങ്കാട് നിശേഷം ദഹിച്ച് ചാമ്പലാകുന്നു. ആ വെളുത്ത വെണ്ണീറാവും, സത്വഗുണമായി. അപ്പോൾ സഹസ്രാരത്തിൽ നിന്ന് വർഷിക്കുന്ന അമൃതധാര ഈ വെളുത്ത ചാമ്പലിൽ, സത്വഗുണപ്രധാനമായിട്ടുള്ള ഈ ചാമ്പലിൽ എന്താ ഇങ്ങനെ നാമ്പിടുന്ന ഭക്തിയുടെ ആ ഒരു നാമ്പിന്, കിളിർക്കുന്ന ഭക്തിയുടെ നാമ്പിന് ഒരു വളമായി തീർന്ന് ഈ ഭക്തിവൃക്ഷത്തിനെ ഒരു വലിയ വൃക്ഷമാക്കി തീർക്കണേ എന്നാണ്. ഭക്തിയുടെ നാമ്പിനെ ഒരു വലിയ വൃക്ഷമാക്കി തീർക്കണേ, അവിടെ വേറെ ഒന്നിനും സ്ഥലം പാടില്ല എന്ന്. അഥവാ എന്താ പറയണ വെച്ചാൽ, അഹങ്കാരം ഒരിക്കലും തല പൊക്കാത്ത വിധത്തിൽ എൻ്റെ ഭക്തിയെ ദൃഢപ്പെടുത്തി തരണേന്ന് എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കോ തന്നെ പ്രാർത്ഥന അല്ലേ, ഈശ്വര അഹങ്കാരം ഒരിക്കലും തല പൊക്കാത്ത വിധത്തിൽ എൻ്റെ ഭക്തിയെ ദൃഢപ്പെടുത്തി തരണേ. ആ ഭക്തിവൃക്ഷത്തിൻ്റെ ശക്തി കൊണ്ട് വേറെ അവിടെ ഒന്നിനും വളരാൻ പറ്റാത്ത തരത്തിൽ എൻ്റെ ഭക്തിയെ ദൃഢപ്പെടുത്തി തരണേ. നല്ലൊരു പ്രാർത്ഥന അല്ലേ. അഖണ്ഡ ബോധജ്ഞാനം ഉണ്ടായാലേ, അതായത് ആ ജ്ഞാനം ഉദിച്ചാലേ സത്വഗുണപ്രകാശം കൊണ്ട് നിറയിത്ര നമ്മുടെ ഉള്ള അതന്നെയാണല്ലോ ആ ബ്രഹ്മാനുഭവം അല്ലേ. അപ്പം എന്താ വെച്ചാൽ ദംഭമയമായിട്ടുള്ള ആ കൊടുങ്കാറ്റ് ദഹിച്ച് വെള്ള ചാമ്പലാവും. അത് സത്വഗുണത്തിനാണല്ലോ വെള്ള കാണിക്കണത്. അതാണ് വലിയ യോഗികൾക്കൊക്കെ ഉള്ള അനുഭവം. അതാണ് സത്വഗുണപ്രകാശം കൊണ്ട് ഹോൾ ശരീരം കിട് പ്രകാശിക്കും 1000 സൂര്യകിരണങ്ങളെ പോലെ. അതിനാണ് ഇവിടെ എന്താണ് എഴുത്തച്ഛൻ നന്നായി ദഹിച്ച ഇതന്നീറ്റിൽ എന്ന് പറഞ്ഞതേ. അതന്നെയാണ് ബ്രഹ്മാനുഭവം. സത്യം പറഞ്ഞാൽ ഇങ്ങനെ എഴുതാൻ സാധിക്കണമെങ്കിൽ എഴുത്തച്ഛൻ്റെ അനുഭവം തന്നെയാണ് അദ്ദേഹം ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. അത്ര ഒരു സാത്വികനായിട്ടുള്ള ഒരാളൊക്കെ ഇതുപോലൊരു ഇമാജിനേഷനിൽ ആ അനുഭവം അവനവനുണ്ടായാലേ ഇത്ര നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ അല്ലേ. സത്യം പറഞ്ഞാൽ ഈ ശ്ലോകം എന്താ അറിയോ, ഭക്തിയോഗവും ജ്ഞാനയോഗവും രാജയോഗം അല്ലെങ്കിൽ കുണ്ടലിനി യോഗവും ഒക്കെ ചേർന്ന ഒരു ഇതാണ് അതിൽ പറയണത് അല്ലേ. നമ്മൾ ഈ കുണ്ടലിനി ശക്തി ഉയർത്തി ഭക്തിയോടുകൂടി, അതായത് ഭഗവാനെ നല്ല ഇത് വേണമല്ലോ, അങ്ങനെ വരുമ്പോൾ കുണ്ടലിനി സുഷുമ്നയിൽ കൂടെ പോയിട്ട് ഈ ആജ്ഞാചക്രവും കഴിഞ്ഞ് ബ്രഹ്മരന്ധ്രത്തിൽ കൂടെ സഹസ്രാരത്തിൽ എത്തുമ്പോൾ ആണ് അമൃതപ്രവാഹം എന്ന് പറഞ്ഞത്. അതായത് 1000 സൂര്യന്മാരുടെ പ്രകാശം എന്ന് പറഞ്ഞുല്ലോ, ആ അമൃതപ്രവാഹം ഉണ്ടല്ലോ, ആ ഒരു ബ്രഹ്മാനുഭവം നമുക്ക് ആ 70,000 നമ്മുടെ ഈ നെർവ്സിനെയും അത് കുളിർപ്പിക്കും. അതുകൊണ്ടാണ് അത് ഇറ്റേണൽ ബ്ലിസ് എന്ന് പറയുന്നത്. അതായത് വേറെ ഒന്നിനെയും അതിനോട് ഉപമിക്കാൻ പറ്റില്ല. 70,000 നാഡികളും ഈ സുഷുമ്ന നാഡിയായിട്ട് ആ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സുഷുമ്നെന്ന് ഇതിങ്ങനെ ഉയർന്നു വരുമ്പോൾ എല്ലാ നാഡികളും ഇത് കുളിർപ്പിക്കുന്ന, അതാണ് പരമാനന്ദം അല്ലെങ്കിൽ നമ്മൾ ഇറ്റേണൽ ബ്ലിസ് എന്ന് പറയണത്. ഇതിനെ നമുക്ക് ഭഗവാന്റെ കാരുണ്യവർഷം ആണെന്ന് പറയാൻ കാരണം ഭഗവത് കൃപ ഉണ്ടെങ്കിലേ അത് സംഭവിക്കുള്ളൂ. അങ്ങനെ നമുക്ക് ഈ ആജ്ഞാചക്രത്തിൽ നിന്നും പിന്നെ സഹസ്രാരത്തിൽ എത്തണമെങ്കിൽ ശരിക്കും ഭഗവത് കൃപ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഭഗവാന്റെ കാരുണ്യവർഷമായിട്ട് അതിനെ കരുതാമെന്ന് പറയണത്. ഭഗവത് കൃപ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ എഴുത്തച്ഛൻ. അത് പിന്നെ വേറൊരു തമാശ ഉണ്ടത്, എന്താ പറയുക, ഒരു കൃഷി ചെയ്യണ പോലെ തന്നെയാണ് ഇതിനെയും
എഴുത്തച്ഛൻ ഒരു ഉപമ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാട് വെട്ടി തെളിയിച്ച് കത്തിച്ച് നമ്മളങ്ങനെ ചെയ്യുമല്ലോ. കുറേ ചെടികളൊക്കെ ഉണ്ട്, കളകളൊക്കെ ഉണ്ട്. അതൊക്കെ ചെറിയ ചെടിയും വലിയ ചെടിയും ഉണ്ടെന്ന് വെച്ചോണ്ടിരിക്കുക. നമുക്ക് കൃഷി ചെയ്യണം വെച്ചാൽ അതൊക്കെ വെട്ടി കത്തിച്ച് ആ വെണ്ണീറിന് തന്നെ നമ്മളെ ഒരു വളമായിട്ട് ഉപയോഗിച്ച് അതിൽ പുതിയ വിത്തിട്ടാൽ എന്താ ഉണ്ടാവുക? വെള്ളം ഒഴിച്ചാൽ നന്നായി വളരുമല്ലേ, വെണ്ണീറിനൊരു ഇതാവില്ലേ? അതുപോലെയാണ് ഈ അഹങ്കാരവൃക്ഷങ്ങളൊക്കെ കത്തിച്ചാമ്പലായിട്ടുള്ള ആ വെണ്ണീറൊരു വളമായി. അതിൽ ഭക്തിയുടെ നാമ്പ് കുറച്ച് വളർന്നിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ഈ അമൃതധാര കൊണ്ട് അത് അധികം പുതിയ വിത്തിട്ടാൽ എങ്ങനെയാണ് വെള്ളം ഒഴിച്ചിട്ട് വെണ്ണീറിൻ്റെ സഹായം വെണ്ണീറാവുന്ന വളമായിട്ട് വളരണം. അതുപോലെ ഭഗവത് കാരുണ്യം കൊണ്ട് നമുക്ക് ആദ്യം കുണ്ടലിനി അനുഭവം ഉണ്ടാവുക, ശക്തി ഉണ്ടാവും. ഭഗവത് കാരുണ്യം ഇല്ലാണ്ട് കുണ്ടലിനി ശക്തി നമുക്ക് ഉയർത്താൻ പറ്റുമില്ല, ഉയരുമില്ല. അപ്പോൾ മുമ്പ് തന്നെ മുളച്ചിട്ടുണ്ടായിരുന്നു ഈ ഭക്തിയുടെ നാമ്പ്. പക്ഷേ ഈ അഹങ്കാര വൃക്ഷങ്ങൾക്കിടയിൽപ്പെട്ട് ആ ഭക്തിയുടെ നാമ്പിന് വളരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ വാടിപ്പോവാൻ ഭാവിക്കുന്ന ആ ഭക്തി നാമ്പിനെയാണ് ഇപ്പോൾ ഭഗവാന്റെ അമൃതധാരയ കൊണ്ട് പുതിയൊരു ജീവൻ നൽകി വളർത്തണേന്ന് പറയണത്. മനസ്സിലായില്ലേ? കാരണം അഹങ്കാരവൃക്ഷങ്ങളുടെ ഇടയിൽ ഭക്തിവൃക്ഷത്തിന് വളരാൻ പറ്റില്ലേ. അപ്പം അതിങ്ങനെ വെറുതെ ഇങ്ങനെ ചെറുതായിട്ട് ഭക്തി ഉണ്ട്, അതവിടെ നിൽക്കുക, അതിന് വളരാൻ പറ്റില്ല. അപ്പം അഹങ്കാരവൃക്ഷങ്ങളെ മുഴുവൻ നശിപ്പിച്ച് ആ ചാമ്പലിൽ ഈ ഭഗവാന്റെ അമൃതധാരയും കൂടി വന്ന് കാണുമ്പോൾ ആ ഭക്തിയുടെ നാമ്പ് വേഗം വളരും. അങ്ങനെ എൻ്റെ അഹങ്കാരത്തിനെ മുഴുവൻ നശിപ്പിച്ച് എൻ്റെ ഭക്തിവൃക്ഷത്തിനെ വളർത്തണമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്ക് ഈ ഭഗവാനെ ഒരിക്കലും അഹങ്കാരം തല പൊക്കാത്ത വിധത്തിൽ എൻ്റെ ഭക്തിയെ ഏകാന്ത ഭക്തിയാക്കി തീർക്കണേ. എൻ്റെ മനസ്സ് അങ്ങയിൽ ഏകാഗ്ര ഭക്തി ആയിട്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കണേ. അല്ലെങ്കിൽ എൻ്റെ ഭക്തിയെ അഹങ്കാരം ഒരിക്കലും തല പൊക്കാത്ത വിധത്തിൽ എൻ്റെ ഭക്തിയെ ദൃഢമാക്കി തരണേ എന്നാണ് ഈ നല്ലൊരു ശ്ലോകത്തിൽ പറഞ്ഞത്. അത് ഒരു കൃഷിയുടെ അതും കൂടി ഉപമയൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അത് തീർച്ചയായിട്ടും എഴുത്തച്ഛൻ്റെ അനുഭവം തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം അല്ലെങ്കിൽ ഇത്ര ഹൃദയസ്പർശിയായിട്ട് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് 49 വായിച്ച് വളരെ സിമ്പിളാണ്. 50 കൂടിയും ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. നന്നായി ദഹിച്ചൊരു സഹസ്രാരധാരയിലിന്നൻ ഇതന്നീറ്റിൽ നിൻ കരുണ വന്മാരി പെയ്തു പുന മുന്നം മുളച്ചു തവ ഭക്തിക്കു ചേർക്ക വളമിന്നേ കൃപാനിലയ നാരായണായ നമ. സഹസ്രാരധാരയിൽ എന്ത് ഇതന്നീറ്റിൽ എന്നാണ്, അതാണ് അപ്പോൾ ഉണ്ടാകുന്ന ആ ചാമ്പലിൽ നിന്നാണ്. അപ്പോൾ നന്നായി ദഹിച്ചൊരു സഹസ്രാരധാരയിൽ നീറ്റിൽ നിൻ കരുണ, അതാട്ടോ. ഇനി 50 നമ്മൾ വളരെ കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ളൊരു ശ്ലോകമാണ്. പലതും പറഞ്ഞു പകൽ കളയുന്ന നാവു തവ തിരുനാമ കീർത്തനമിതതിനായി വരേണമിഹ കലിയായ കാലമിതിലതുകൊണ്ടു മോക്ഷഗതി എഴുതെന്നു കേൾപ്പു ഹരിനാരായണായ നമഃ. അപ്പം നമുക്ക് അടുത്ത ശ്ലോകത്തിന് ഇതിൻ്റെ അർത്ഥം നോക്കാം കേട്ടോ. അതായത് സാധാരണ മനുഷ്യർക്ക് അത് എന്താ വെച്ചാൽ സാധാരണ മനുഷ്യർക്ക് എന്നാൽ അപ്പോൾ ഈ കുണ്ടലിനി യോഗവും ഒക്കെ ചെയ്യാനും അല്ലെങ്കിൽ രാജയോഗമൊക്കെ ആയിട്ട് കുണ്ടലിനി ശക്തി ഉയർത്തി സഹസ്രാരത്തിലെത്തിക്കാനും അങ്ങനെ ബ്രഹ്മാനുഭവം ഉണ്ടാകാനൊക്കെ സാധിക്കുമോ ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പറ്റും, അല്ലാതെ തന്നെ പറ്റും എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. എന്താ അറിയോ, കലികാലത്ത് വിശേഷിച്ച് കലികാലത്ത്, എല്ലാ കാലത്തും കലികാലത്ത് വിശേഷിച്ചും ഭഗവൻ നാമം ജപിച്ച് പതുക്കെ നമ്മുടെ ഏകാന്ത ഭക്തി ലഭിച്ചിട്ട് നാമം ജപിച്ച് മനസ്സടങ്ങി അപ്പോൾ ഏകാന്തി ഭക്തി ലഭിച്ച് ഏകാഗ്രമായ മനസ്സിൽ ഇതേ അനുഭവം കുണ്ടലിനി ശക്തിയെ ഉയർത്തി കിട്ടുന്ന ബ്രഹ്മാനുഭവം സാധ്യമാണെന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. നമുക്ക് നോക്കാം
എന്താണ് അർത്ഥം എന്ന്. പലതും പറഞ്ഞ്, അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുകയും ബാക്കിയുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അവർ കേൾക്കാതെ പറയണ വെച്ചാൽ എന്തായാലും കാര്യമില്ല, കേട്ടിട്ട് പറഞ്ഞാലും കാര്യമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ട് പകൽ മുഴുവൻ, പകൽ എന്ന് പറഞ്ഞാൽ രാത്രി പിന്നെ ഉറങ്ങുകയാണല്ലോ, പകൽ കളയുന്ന നാവ്, പകൽ സമയം മുഴുവനും പാഴാക്കുന്ന നമ്മുടെ നാവെന്ന്. എപ്പോഴും അനാവശ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും പിന്നെ പരദൂഷണം ചെയ്തിട്ടും ഒക്കെ നമ്മൾ എന്താണ് അവനവൻ നന്നാവാൻ ഒരു വഴിയില്ല, വേറെ ആൾ നന്നാവില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പകൽ കളയുന്ന നാവ്, അതായത് പകലെ സമയം മുഴുവനും പാഴാക്കുന്ന നാവ് മീൻസ് രാത്രി നമ്മൾ ഉറങ്ങുകയാണല്ലോ, അപ്പോൾ പകൽ കാര്യമുള്ളൂ. ഈ ലോകത്തിൽ തവ തിരുനാമകീർത്തനം ഇതിനായി വരേണം. അതായത് ഭഗവാന്റെ സദാ ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കാൻ എനിക്ക് സാധിക്കണേ. അതുകൊണ്ട് അങ്ങനെ സദാ നാമസങ്കീർത്തനം ചെയ്താൽ, അതാണ് അതുകൊണ്ടെന്നുള്ളത് മീൻ ചെയ്യണം കേട്ടോ. അതുകൊണ്ട് മീൻസ് അങ്ങനെ മുമ്പ് പറഞ്ഞ പോലെ സദാ നാമസങ്കീർത്തനം ചെയ്താൽ കലിയായ കാലമതിൽ, അതായത് ഈ പാപപങ്കിലമായിട്ടുള്ള ഈ കലികാലത്തിൽ മോക്ഷം ലഭിക്കുന്നത് എളുതെന്നു കേൾപ്പൂ, എളുപ്പമാണെന്ന് പറയുന്നു. പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ടല്ലോ, ശാസ്ത്രങ്ങളിലും. അതുകൊണ്ട് എനിക്കതിന് ഉള്ള ഇടവരണേ. ഹരിനാരായണായ നമ എന്നാണ്. അതായത് എന്താണ് ശരിക്കും ഇതിലിപ്പോൾ എഴുത്തച്ഛൻ പറഞ്ഞ വെച്ചാൽ, ഈ നാവ് ഉണ്ടല്ലോ, നാവുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക, സ്വാദറിയുക, അതുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ എല്ലാ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും എക്സ്പ്രസ് ചെയ്യണമെങ്കിലും നമുക്ക് ശബ്ദം പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു വാക്കായിട്ട് പറയണമെങ്കിൽ നാവ് വേണമല്ലോ. അപ്പോൾ നാവിൻ്റെ ഈ നാവിനെ നമ്മൾക്ക് പലതരത്തിൽ ഉപയോഗിക്കാം ഇല്ലേ. ഇപ്പോൾ ഒരു സർജൻ, നമുക്കൊരു പിശാങ്കത്തിയെ നല്ല കാര്യത്തിന് ഉപയോഗിക്കാം, സാധാരണ വീട്ടുകാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, ചീത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഇല്ലേ. അതിനൊരു ഉപകരണമായിട്ട് കാണുക വെച്ചാൽ, ഒരു ഡോക്ടറാണെങ്കിൽ ഇപ്പോൾ ഒരു കത്തിയുണ്ട്, ഒരു രോഗിയെ സർജറി ചെയ്ത് അത് അയാളുടെ രോഗം ഉണ്ടെങ്കിൽ അത് മാറ്റി അയാളെ ആരോഗ്യവാനാക്കി തീർക്കണം. ആ കത്തി ഉപയോഗിക്കണം നല്ലൊരു കാര്യത്തിന് അല്ലേ, ഒരു സർജൻ. അതേസമയം നമ്മൾ അടുക്കളയിലൊക്കെ ഒരു മാങ്ങ ചെത്താനോ ഒരു പച്ചക്കറി നുറുക്കാനോ ഉപയോഗിക്കണു, നിത്യോപയോഗമായിട്ട്. വേറെ ചിലർ കത്തി കൊണ്ട് ബാക്കിയുള്ളവരെ കൊല്ലണു, അല്ലെങ്കിൽ മൃഗങ്ങളെ കൊല്ലണു അല്ലേ. അപ്പം ആ കത്തി ഒരു ഉപകരണം മാത്രമേ ഉള്ളൂ. അത് ഉപയോഗിക്കുന്ന ആളുടെ കയ്യിലെ ഒരു ഉപകരണം അല്ലേ. അപ്പം നമ്മൾ നാവിനെ അങ്ങനെ ഒരു ഉപകരണമായിട്ട് കാണുകയാണെന്ന് വെച്ചാൽ എന്താണ് എഴുത്തച്ഛൻ പറഞ്ഞ വെച്ചാൽ, നാവിനെ നാമസങ്കീർത്തനത്തിനുള്ള ഒരു ഉപകരണമായി കണ്ട് എനിക്ക് എപ്പോഴും പറ്റുന്ന സമയം മുഴുവൻ എനിക്ക് ആ നാമസങ്കീർത്തനം ചെയ്യാൻ അതിനു വേണ്ടി എൻ്റെ ഈ നാവാവുന്ന ഉപകരണത്തെ ഉപയോഗിക്കാൻ എന്നെ അനുഗ്രഹിക്കണേന്നാണ് കേട്ടോ പറയണം. അല്ലാതെ പരദൂഷണത്തിനും അന്യരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാനും ഒന്നും എനിക്ക് ഉപയോഗിക്കാൻ ഇടവരരുതേ. എന്താ വെച്ചാൽ ആരെങ്കിലും കുറ്റം പറയുമ്പോൾ അവർ കേട്ട് പറയാച്ചാൽ അവർ നേരെ വനങ്ങാൻ സാധ്യത ഉണ്ടല്ലേ. കേൾക്കാതെ ബാക്കിൽ പറഞ്ഞാൽ അവർ നേരെയാവില്ല, നമ്മൾ നാശാവുകയും ചെയ്യും, നമ്മൾ ചീത്തയാവുകയും ചെയ്യും അല്ലേ. അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും പരദൂഷണത്തിനും ബാക്കിയുള്ളവരെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എൻ്റെ നാവാകുന്ന ഉപകരണം ഉപയോഗിക്കാൻ ഇടവരരുതേ. എന്നിട്ട് പിന്നെ അതും കൂടിയും പറയേണ്ട, കലിയുഗത്തിൽ അത് മാത്രമേ വേണ്ടൂ, നാമസങ്കീർത്തനേ വേണ്ടൂ എന്ന് പല 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 ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. കലിസന്ധരണോപനിഷത്തിൽ പറയുന്നുണ്ട്, ഹരേർനാമ 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 ഇവ കേവലം കലൗ നാസ്തേവ ഗതിരന്യത. അത് നമ്മളിതിന് മുമ്പേ എഴുത്തച്ഛൻ തന്നെ പറഞ്ഞ പല ശ്ലോകങ്ങളിലും നാമമാഹാത്മ്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞുല്ലോ, അത് മാത്രമേ വേണ്ടൂന്ന് കലിസന്ധരണോപനിഷത്തിന് പറയണു. ഹരിയുടെ നാമം ജപിക്കുക മാത്രമേ വേണ്ടൂന്ന്. പിന്നെയോ
പിന്നെ പിന്നെ മാത്രമല്ല ഇപ്പം ഭാഗവതത്തിൽ തന്നെ നോക്കൂ, പിന്നെ വ്യാസൻ എത്ര വേദം വ്യസിച്ചു അല്ലേ, ഉപനിഷത്തുക്കളും ബ്രഹ്മസൂത്രവും ഭഗവത്ഗീതയും എല്ലാം ചെയ്തു ആര് വ്യാസൻ. എന്നിട്ട് 17 പുരാണവും എഴുതി, മഹാഭാരതവും എഴുതി. അത് കഴിഞ്ഞിട്ടാണ് ഭാഗവതം എഴുതിയത്. ഭാഗവതവും എഴുതി കഴിഞ്ഞിട്ട് അവസാനം എന്താ, പിന്നെ വേദവ്യാസ മഹർഷി പറഞ്ഞ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിം പരം എന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ, നാമസങ്കീർത്തനം മാത്രം മതി കലികാലത്ത് അല്ലേ. അപ്പോൾ വേറൊരു കാര്യവും ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്, കലിയുഗത്തിൽ മറ്റുയുഗങ്ങളെ അപേക്ഷിച്ച് എല്ലാവരുടെ ആയുസ് കുറവാണ്, പിന്നെയും മന്ദഭാഗ്യന്മാരാണ്, മന്ദബുദ്ധിയുള്ളവരാണ്. പിന്നെ ഈ ഭൗതികത കൂടിക്കൂടി ജീവിതത്തിൻ്റെ ആ ജീവിതം ഫാസ്റ്റായി ഇങ്ങനെ വരണം. നമുക്ക് തന്നെ കാണാമല്ലോ ആ ജീവിതത്തിൻ്റെ സ്പീഡ്, അല്ലെങ്കിൽ എത്ര ഫാസ്റ്റായിട്ടാണ് ലൈഫ് മൂവ് ചെയ്യണം. അത് കാരണം എന്തിൻ്റെയൊക്കെയോ പിന്നാലെ നമ്മൾ നെട്ടോട്ടം ഓടി ജനങ്ങൾക്ക് ഒന്നിനും സമയമില്ല. അങ്ങനൊരു കാലമാണ് കലികാലേ. സാവകാശമില്ല, സമാധാനമില്ല. അതൊക്കെ നമ്മളടക്കം അനുഭവിക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ടല്ലേ. അത് എത്രത്തോളം നമ്മൾ ഭൗതികതയിൽ ഇൻവോൾവഡ് ആണോ അത്രത്തോളം സമയക്കുറവാണ്. അപ്പോൾ സ്വയം നന്നാലോ, എത്രയോ ആൾക്കാർ സ്വയം നന്നാവാൻ നോക്കാതെ ലോകത്തിനെ നേരെയാക്കാനും ബാക്കിയുള്ളവരെ നേരെയാക്കാനും നടക്കുന്നവരുമൊക്കെ എന്താ, ഈശ്വര സ്മരണ ഇല്ലാതെ സദാ നെട്ടോട്ടം ഓടുകയാണ്. അതിൻ്റെ ഇടയിൽ സദാ നാവിട്ടടിക്കലും ഇതെല്ലാം നടക്കണ ഒരു യുഗമാണ് കലിയുഗേ. അങ്ങനെയുള്ള കലിയുഗത്തിൽ ഇതിൽ നിന്ന് മാറിയിട്ട് ഭഗവത്സ്മരണ ഉണർത്താൻ സാധിപ്പിക്കുന്ന വളരെ എളുപ്പമുള്ളതും എന്നാൽ അതേസമയം വിഷമമുള്ളതെന്ന് പറയാം ഉള്ളൊരു കാര്യമാണ് നാമസങ്കീർത്തനം. നാമസങ്കീർത്തനം ചെയ്താൽ മോക്ഷം സുലഭമായി ലഭിക്കുന്ന നമ്മുടെ എല്ലാ ശാസ്ത്രങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതപ്പോൾ എഴുത്തച്ഛനും പറയണു, നമുക്ക് പറഞ്ഞു തരുന്നു. അതിന് വേറൊന്നിനും സമയമില്ല, സാവകാശമില്ല, സാഹചര്യമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട. എത്ര കലി അങ്ങേയറ്റം എത്തിയ കാലത്തും നമ്മൾ ഈ നാവിനെ ഭഗവാൻ തന്ന ഒരു ഉപകരണമായി കണ്ട് നാമസങ്കീർത്തനം ചെയ്തോളൂ. മോക്ഷപ്രാപ്തി സുലഭം, അല്ലെങ്കിൽ ഉറപ്പാണെന്ന് എഴുത്തച്ഛൻ മാത്രമല്ല എല്ലാ പുരാണങ്ങളും എല്ലാ ശാസ്ത്രങ്ങളും പറയണു. ഇതിനു മുമ്പും 4-5 ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, നാമമാഹാത്മ്യത്തെപ്പറ്റി പറഞ്ഞുല്ലോ അല്ലേ. അതുകൊണ്ടൊക്കെയാണ് ഈ നാവിനെ അടക്കാനുള്ള ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് അത്രേ പണ്ടൊക്കെ മൗനവ്രതം അനുഷ്ഠിക്കാൻ ശീലിക്കണമെന്ന് പറയുക. പിന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രാർത്ഥനയൊക്കെ നടത്താൻ ചെയ്യണമെങ്കിൽ നമ്മളിപ്പം മന്ത്രങ്ങൾ ചൊല്ലി എന്തെങ്കിലും സ്തോത്രങ്ങൾ ചൊല്ലുകയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എത്ര ആവശ്യമുണ്ടെങ്കിലും മിണ്ടാതെ അത് മുഴുവനാക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആ കോൺസെൻട്രേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ ഇപ്പം നമുക്ക് ആദ്യം കോൺസെൻട്രേഷനൊന്നും ഇല്ലെങ്കിലും സാരമില്ല, ഈ നാമത്തിൻ്റെ ശക്തി കൊണ്ട് പതുക്കെ നമ്മളിപ്പോൾ ആദ്യം പിന്നെ നൂറ്റൂർ സ്വാമി പറയുന്നുണ്ട്, മനസ്സിന് ഒരു വേൾഡ് ടിക്കറ്റ് വാങ്ങിക്കൊടുത്തോളൂ, അത് മനസ്സ് പോണോടത്തേക്ക് പോട്ടെ, വേൾഡ് ടിക്കറ്റിന് വാങ്ങിക്കൊടുത്തോളൂ. പക്ഷേ നാവുണ്ടെങ്കിൽ നാമം ജപിക്കൂ. കുറച്ച് കഴിഞ്ഞാൽ ആ നാമത്തിൻ്റെ ശക്തി കൊണ്ട് നമ്മുടെ മനസ്സിനെ അത് പതുക്കെ അടക്കി കൊണ്ടുവരും, നമ്മൾ തന്നെ അറിയാതെ എന്ന് പറയുന്നുണ്ട്. ഇത് അനുഭവമുള്ള വലിയ മഹാത്മാക്കളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ വേദവ്യാസ മഹർഷി ഇതൊക്കെ കഴിഞ്ഞിട്ട് നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം എന്നൊക്കെ ആരും അറിവില്ലാത്തവർ പറയണതല്ലല്ലോ. അപ്പോൾ എഴുത്തച്ഛൻ അതന്നെയാണ് പറയണത്. എന്താ വെച്ചാൽ ഈ നെട്ടോട്ടത്തുനിന്ന്, ഈ കലിയുഗത്തിലത്തെ ഈ വല്ലാത്ത ഭൗതികതയിൽ മുഴുകി ഒന്നിനും സമയമില്ലാതെ, സാവകാശവും സാവധാനവും ഇല്ലാതെ, സമാധാനവും ഇല്ലാതെ അതിൽ നിന്നൊന്ന് മാറി നിന്ന് നിങ്ങളെ ഭഗവത് സ്മരണ ഉണർത്താൻ സാധിപ്പിക്കില്ല എന്ന് വിചാരിക്കണ്ട.
ഭഗവത് സ്മരണം ഉണർത്താൻ സാധിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം കലികാലത്ത്, ബാക്കിയൊക്കെ ബുദ്ധിമുട്ടാണ്. യാഗം ചെയ്യാൻ പറ്റും, വലിയ വലിയ പൂജകൾ ചെയ്യാൻ പറ്റും, ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. ബാക്കിയുള്ളവരുടെ സഹായം വേണം. ഇതിപ്പോൾ നമ്മൾ മുമ്പൊരു ശ്ലോകത്തിൽ പറഞ്ഞു, ആരെ സഹായം വേണ്ട, പണച്ചെലവില്ല. അതുകൊണ്ട് ഭഗവത് സ്മരണം ഉണർത്താൻ, ഈ കലികാലത്ത് ഭഗവത് സ്മരണം ഉണർത്താൻ സാധിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം നാമസങ്കീർത്തനാണ്. അത് ചെയ്താൽ മോക്ഷം സുലഭമായി ലഭിക്കുന്ന എഴുത്തച്ഛൻ നമ്മളോട് പറയുകയാണ്. ഇതിനു മുമ്പേ അദ്ദേഹം പല ശ്ലോകങ്ങളിലും ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അത് വളരെ അത് നമുക്ക് ഈശ്വര അങ്ങനെ നാമം ജപിക്കാൻ നമുക്ക് തോന്നിക്കണേ എന്നും കൂടി നമുക്കിതിൻ്റെ കൂടെ പ്രാർത്ഥിക്കാം. കാരണം നാമസങ്കീർത്തനം ഏറ്റവും എളുപ്പമാണെങ്കിലും ഏറ്റവും വിഷമമാണ് എന്ന് പല മഹാത്മാക്കളും പറയും. കാരണം തുടങ്ങി അതൊന്നും ഇതാവണ വരെ നമുക്കത് നോച്ചൂർ സ്വാമീനെയാണ് ഒരു ഇതിൽ പറയുന്നുണ്ട്, നാമജപത്തിനെ പറ്റി പറയണേ, ആദ്യം ഇങ്ങനെയല്ലേ കല്ലുകൾ ചെറിയ ചെറിയ ചരലിട്ട് വായലിട്ട് കടിക്കണ പോലെ ബുദ്ധിമുട്ട് തോന്നും നാമം ജപിക്കാൻ. പക്ഷേ അങ്ങനെ നമ്മളത് കുറച്ചൊന്ന് വാശിയിൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് അത് വളരെ ആനന്ദദായകമാവുമെന്ന് മാത്രമല്ല, ഒരു അയത്നവും ആനന്ദദായകമാവും എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് ശ്രമിക്കാവുന്ന ഒരു യജ്ഞമാണ്. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത് എന്താ, യജ്ഞാനാം ജപയജ്ഞോസ്മി, എല്ലാ യജ്ഞങ്ങളിലും വെച്ച് ഞാൻ ജപയജ്ഞാന്ന് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് എഴുത്തച്ഛൻ്റെ ആ പ്രോമിസ് നമുക്ക് ഈശ്വര ജീവിതത്തിൽ പകർത്താൻ സാധിക്കണേ, നാമസങ്കീർത്തനം സാധിക്കണേ, ഏകാഗ്രമായി മനസ്സിനെ നിർത്താൻ സാധിക്കണേ, ഭഗവത് ഭക്തി ദൃഢമായി തീർക്കണേ എന്ന് പ്രാർത്ഥിച്ച് 50ാമത്തെ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി ഇവിടെ നിർത്താം. പലതും പറഞ്ഞു പകൽ കളയുന്ന നാവു തവ തിരുനാമ കീർത്തനമിതതിനായി വരേണമിഹ കലിയായ കാലമിതിലതുകൊണ്ടു മോക്ഷഗതിയെഴുതെന്നു കേൾപ്പു ഹരിനാരായണായ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.